മത്തായിയുടെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നമുക്ക് സുറഫോയ്ക്കാരിയാകുന്ന ഒരു കനാന്യ സ്ത്രീയെ കാണുവാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ 21 മുതലുള്ള വാക്യങ്ങളിൽ യേശു അവിടം വിട്ട് സോർ സീദോൻ എന്ന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി. ആ ദേശത്തു നിന്ന് ഒരു കനാന്യ സ്ത്രീ വന്നവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. യേശു അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്നിട്ട്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ ഈ സ്ത്രീ വീണ്ടും വന്നിട്ട്, കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ ആരാധിക്കുകയാണ്. വീണ്ടും യേശു പറയുകയാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത് നന്നല്ല. ഇവിടെ ഇവളിൽ നിന്ന് ഗ്രേറ്റ് ഫെയ്ത്ത് പുറപ്പെടുന്നത് ശ്രദ്ധിക്കുക. 27-ാമത്തെ വാക്യത്തിൽ അതിനവൾ, അതേ കർത്താവേ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു അതിന് മറുപടി പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിങ്ങളിൽ നിന്ന് വലിയ വിശ്വാസം പുറപ്പെടട്ടെ. ഏത് പ്രതികൂല സാഹചര്യങ്ങൾ അതിനെ നേരിടുന്ന സന്ദർഭത്തിലും അവിശ്വസിക്കരുത്. യേശു ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയിക്കുന്നവരാകുന്നുവെങ്കിൽ നിങ്ങളിൽ നിന്ന് വലിയ വിശ്വാസം പുറപ്പെടട്ടെ.